എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലോട്ടസിൻ്റെയും വാട്ടർ ലില്ലിയുടെയൊക്കെ സെയിൽ വിവരങ്ങളും അതുപോലെ തന്നെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഗാർഡനിലുണ്ടായിട്ടുള്ള വാട്ടർ ലില്ലിയും ലോട്ടസും ഒക്കെയാണ് ഈ കാണുന്നത്. ഇസ്ലാം മൊറാഡ, ഡൗബൻ എന്നിങ്ങനെയുള്ള ഫ്ലവറിങ് വാട്ടർ ലില്ലികൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് പറ്റിയ വെറൈറ്റികളാണ് ഇതെല്ലാം. കുറഞ്ഞ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഫ്ലവറിങ് പ്ലാന്റ് ലഭിക്കുന്നതാണ്. വേണ്ട കൂട്ടുകാർ ചോദിക്കുക. അതുപോലെ തന്നെ ഇപ്പോഴീ കാണുന്നത് തവീക്കൻ എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ്. അത് നമുക്ക് സെയിലിനായിട്ടുള്ളതല്ല, നല്ല ഡാർക്ക് റെഡ് കളറാണ്. പിന്നെ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ അല്ലാതെയുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെ നിൽപ്പുണ്ട്. ഡാർക്ക് റെഡ് കളറിലെ ബോഗൺവില്ലയുടെ ഫ്ലവറാണ് നമ്മളിപ്പോഴീ കണ്ടത്. പിന്നെ ഈ കാണുന്നത് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. മോർണിംഗ് സ്റ്റാറൊക്കെ അധികം പഴയ വെറൈറ്റി അല്ല, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ബഡുണ്ടായത്. നല്ല രീതിയിൽ തന്നെ അത് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാന്റുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടുന്നു. ഇപ്പോൾ കണ്ടത് മിക്രാന്ത ബ്ലൂ ആണ്. അതുപോലെ തന്നെ ഇത് അമേരിക്കമെലിയ ലോട്ടസാണ്. അമേരിക്കമെലിയ ചെറിയ പോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറയുന്ന വാട്ടർ ലില്ലിയും കൂടിയുണ്ട്. അതൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. ട്രോപ്പിക്കൽ സൺസെറ്റ് വേണ്ട കൂട്ടുകാർ ചോദിക്കുക. ട്യൂബറിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ സൺസെറ്റ്. വളരെ നല്ല വെറൈറ്റിയാണ്. 250 രൂപയാണ് അതിന് റേറ്റ്. ഇത് യെല്ലോ കളറിലെ വാട്ടർ ലില്ലിയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് യെല്ലോ കളറിലെ വാട്ടർ ലില്ലി നമുക്കൊന്ന് പിടിച്ച് കിട്ടിയത്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പിടിക്കുന്നു, ഫ്ലവറുകളൊക്കെ ആകുന്നുണ്ട്. ഇത് ഡൗബനാണ്. ഇങ്ങനെയൊക്കെയുള്ള വാട്ടർ ലില്ലികൾ വേണ്ട കൂട്ടുകാർ ചോദിക്കുക. യെല്ലോ കളർ നമുക്ക് സെയിലിനായിട്ടുള്ളതല്ല. ഇത് ഓറഞ്ച് നാഗ്വാങ്കാണ്. ഓറഞ്ച് നാഗ്വാങ്കൊക്കെ നല്ല വെറൈറ്റികളാണ്. അതുപോലെ തന്നെ പർപ്പിൾ നാഗ്വാങ്കും നമ്മുടെ കയ്യിലുണ്ട്. അത് സെയിലിനായിട്ടുള്ളതല്ല. ഇപ്പോഴും കാണുന്നത് ഹിമാനി ലോട്ടസാണ്. ഹിമാനിയുടെ രണ്ടാമത്തെ ഫ്ലവറാണിത്. ഇതൊക്കെ നല്ല വെറൈറ്റികളാണ് ഹിമാനിയൊക്കെ. അപ്പോൾ ഇത് റെഡ് പിയോണി എന്ന് പറയുന്ന ലോട്ടസാണ്. റെഡ് പിയോണി വിരിയിച്ച് കൊടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള പിക്കാണിത്. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല വെറൈറ്റികളാണ്. നിങ്ങൾക്കിപ്പോഴും ധൈര്യമായിട്ട് തന്നെ ലോട്ടസ് ട്യൂബറൊക്കെ വാങ്ങി പോട്ട് ചെയ്യാൻ. തുടക്കക്കാർക്കും നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടും. കാരണം ഇപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ടൈമാണ്. ഏത് വെറൈറ്റികൾ നമ്മൾ വാങ്ങി നട്ടാലും ഇപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വേണ്ട കൂട്ടുകാർ ലോട്ടസ് ട്യൂബറുകളൊക്കെ ചോദിക്കുക. യെല്ലോ പിയോണിയൊക്കെ നമുക്ക് സെയിലിനായിട്ട് ഇപ്പോഴുണ്ട്. വൈറ്റ് പിയോണിയുടെ ഒരു ട്യൂബറുണ്ട്. അതൊക്കെ വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാവുന്നതാണ്. വൈറ്റ് പിയോണിയൊക്കെ നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ കിട്ടിയ ട്യൂബറുകളാണ്. ഹിമാനിയുടെ ബഡ് ഞാനൊന്ന് വിരിയിച്ച് കൊടുക്കാൻ നോക്കിയതാണ്. പിന്നെ കരുതി നാളെ വിരിയിക്കാമെന്ന്. ഇപ്പോൾ ഫ്ലവർ ആയിട്ടില്ലെങ്കിൽ നാളെ വിരിയിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മെക്സിക്കൻ സോഡൻ്റെയൊക്കെ ഒരുപാട് തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ജപ്പോണിക്ക, ഇപ്പം വാട്ടർ പ്ലാന്റ്സ് കോംബോ ഇപ്പോഴും നമുക്ക് നിലവിലുണ്ട്. വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കുക. ഇപ്പോഴീ കാണുന്നത് വിൻക വെറുതെ അവിടെ പിടിച്ച് വന്നതാണ്. അങ്ങനെ 2-3 കളർ നമുക്കിപ്പോൾ ഇങ്ങനെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കട്ടിങ്സൊക്കെ വെച്ചാൽ ഒരുപാട് തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് മറ്റൊരു കളറിലെ ബോഗൺവില്ലയാണ്. അപ്പോൾ നേരത്തെ നട്ടിട്ടുള്ള വെറൈറ്റികൾക്കകത്തൊക്കെ ഇപ്പോഴും ഫ്ലവർ ആയിട്ടുണ്ട്. ഇത് മയൂരിയാണ്. മയൂരിയുടെ ബഡാണിത്. അതുപോലെ തന്നെ ബുച്ച എന്ന് പറയുന്ന വെറൈറ്റിയാണ് അവിടെ നിൽക്കുന്നത്. ബുച്ചയ്ക്കകത്ത് നേരത്തെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1-2 അല്ലാതെയുള്ള വെറൈറ്റികൾ അവിടെ നിൽപ്പുണ്ട്. ഇത് ബ്ലൂ വിസിലാണ്. ബ്ലൂ വിസിലിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ബ്ലൂ വിസിൽ, ഡൗബൻ, മിക്രാന്ത, ഇസ്ലാം മൊറാഡ ഇതെല്ലാം തുടക്കക്കാർക്ക് പറ്റിയതാണ്. അത് 4ഉം കൂടി കോംബോ ആയിട്ട് വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കുക. വാട്ടർ ലില്ലിയിലൊക്കെ ദിവസവും നമുക്ക് ഫ്ലവർ ഉണ്ടാകുന്നതാണ്. ഇപ്പോഴീ കാണുന്നത് പിങ്ക് സ്പാർക്കാണ്. പിങ്ക് സ്പാർക്ക് റിപ്പോർട്ടിന് ശേഷമാണ് ബഡുണ്ടായത്. നല്ല രീതിയിൽ തന്നെ അതൊക്കെ പിടിച്ചു കിട്ടുന്നുണ്ട്. പിങ്ക് സ്പാർക്ക്, പിങ്ക് ബൗള് എന്നിങ്ങനെയുള്ള വെറൈറ്റികൾക്കകത്തൊക്കെ ഇപ്പോൾ ഫ്ലവർ ബഡൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴിത് പിങ്ക് ബൗളെന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഒന്ന് വിരിയിച്ച് കൊടുത്തതാണ്. നല്ല ഭംഗിയാണ് അത് നേരിട്ട് കാണാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഇതെല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്യുന്നതിനാൽ ഈ ലോട്ടസിനൊക്കെ അതൊരു നല്ല ഗുണം ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ റെഡ് ഫീലിംഗ് എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. റെഡ് ഫീലിംഗ് പുതിയ ഇതായിട്ട് വാങ്ങിച്ച് വെച്ചതാണ്. അതിനകത്ത് ബഡ്ഡുണ്ടായിട്ടുണ്ട്. ഇത് അമേരിക്കൻ മല്ലികയാണ്. അപ്പോൾ അമേരിക്കൻ മല്ലികയൊക്കെ നല്ല രീതിയിലാണ്, എന്നും ഫ്ലവറാണ് അതിനകത്തൊക്കെ. അതൊന്ന് വിരിയിച്ച് കൊടുത്തതാണ്. ലോട്ടസിൻ്റെ ചിലതിൻ്റെ ഇലകളൊക്കെ കരിയുന്നുണ്ട്. അതിനി ഏതെങ്കിലും ഫെർട്ടിലൈസർ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴീ കാണുന്നത് റെഡ് ഫീലിംഗ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇന്നാണ് ഞാനത് ശ്രദ്ധിച്ചത്. പുതിയതായിട്ട് വാങ്ങി നട്ടതായിരുന്നു. അതിൽ 4 ബഡ് ഉണ്ടായിട്ടുണ്ട്. ഫ്ലവർ ആയതിനു ശേഷം അതിൻ്റെയും പിക്കിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇതൊക്കെ നല്ല വെറൈറ്റികളാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലോട്ടസൊക്കെ വാങ്ങി വയ്ക്കാൻ തോന്നും. അത്രയും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടായി കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ സെയിലിനായിട്ടിട്ടിരുന്ന യെല്ലോ പിയോണി ഇതുപോലെ നമ്മൾ റീപോർട്ടിന് ശേഷം കിട്ടിയ ട്യൂബറുകളാണ്. അപ്പോൾ യെല്ലോ പിയോണിയുടെ ട്യൂബറുകൾ വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. ഇത് നമ്മുടെ മൃണാളിനി ലോട്ടസാണ്. അതൊരു ബൗൾ വെറൈറ്റിയാണ്. അതിലും മിക്കവാറും ഫ്ലവറാണ്. അതിൻ്റെ കൂട്ടത്തിലും ഒരു ട്രോപ്പിക്കൽ സൺസെറ്റ് വാട്ടർ ലില്ലി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ 2-3 ഫ്ലവറിങ് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. പിങ്ക് കളറിലെ വെറൈറ്റീസാണ് നമുക്കിപ്പോൾ കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഫ്ലവറിങ് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ സെയിലിനായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം പ്ലാന്റുകൾ വേണ്ട കൂട്ടുകാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് ഈ കാണുന്നത് ചാന്ദിനി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ചാന്ദിനിയൊക്കെ നമ്മുടെ കയ്യിൽ നേരത്തെ ഉള്ളതായിരുന്നു. അതൊന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 2 ആഴ്ചയായിട്ടുണ്ട്, കുറച്ച് നാളായതേ ഉള്ളൂ. അതിനകത്തെല്ലാം ബഡ് വന്നിട്ട് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടുന്നുണ്ട്. ഇതിപ്പോഴും 3 ബഡുണ്ട് ചാന്ദിനിക്കകത്ത്. ചാന്ദിനിയൊക്കെ നല്ല വെറൈറ്റികളാണ്. പക്ഷേ അതിൻ്റെ ഫ്ലവർ ഇത്തവണ ചെറുതായിപ്പോയി. അതുപോലെ തന്നെ ആ കാണുന്നതൊക്കെ എംബാപ്പി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അത് നേരത്തെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു. ഓരോ സ്റ്റാൻഡിങ് ലീഫിലും ബഡ് വരുന്ന വെറൈറ്റിയാണ് എംബാപ്പി. അപ്പോൾ അതിൻ്റെയൊക്കെ ട്യൂബർ ആകുമ്പോഴും നമ്മൾ സെയിലിനിടുന്നതായിരിക്കും. അതുപോലെ തന്നെ ജൂലിയറ്റ് എന്ന് പറയുന്ന വെറൈറ്റി, അതിൻ്റെയൊക്കെ ട്യൂബറുകൾ സെയിലിന് കൊണ്ടുവരുന്നതാണ്. അത് നിത്യ എന്ന് പറയുന്ന ഒരു ബൗൾ വെറൈറ്റിയാണ്. അതൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ബഡുണ്ടായതാണ്. അതുപോലെ തന്നെ വൈറ്റ് പഫിൻ്റെയൊക്കെ ഫ്ലവർ ഉണ്ടായതിന് ശേഷമാണ് കണ്ടത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതിൻ്റെയൊക്കെ ട്യൂബറുകൾ നമുക്കിനി സെയിലിനായിട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ വാട്ടർ ലില്ലിയും വാട്ടർ പ്ലാന്റും ഒക്കെ വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. ഇപ്പോഴീ കാണുന്നത് നമ്മൾ ക്രിസ്റ്റൽ പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ക്രിസ്റ്റൽ പിങ്കിൻ്റെ ഇതിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ട്യൂബറുകൾ കിട്ടി. അതാണ് നമ്മൾ കണ്ടത്. ഇത് ബ്ലൂ വിസിലാണ്. ബ്ലൂ വിസിലിൻ്റെ ഇതുപോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റുകൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇത് പിങ്ക് ബൗളാണ്. നേരത്തെ നമ്മൾ കണ്ട വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് പിങ്ക് ബൗൾ കാണാനായിട്ട്. നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി ഭംഗിയാണ്. അപ്പം പിങ്ക് ബൗളിൻ്റെയൊക്കെ ട്യൂബറുകളൊക്കെ നമുക്ക് അടുത്ത് കുറച്ച് താമസിയാതെ തന്നെ സെയിലിന് കൊണ്ടുവരാൻ പറ്റും. ഇത് നമുക്ക് കുറച്ചൊന്ന് മെനക്കെട്ടാൽ ഇതുപോലെയുള്ള ലോട്ടസ് ഗാർഡൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണിട്ടതിന് ശേഷം ട്യൂബർ താത്ത് വെച്ചിട്ട് വെള്ളം നിറച്ച് ഇതുപോലെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ മസോള ഇട്ടതിന് ശേഷം വെച്ച് കൊടുത്താൽ വളരെ വേഗം തന്നെ ഇതൊക്കെ പിടിച്ച് കിട്ടുന്നതാണ്. ഇത് വൈറ്റ് പിയോണിയുടെ ട്യൂബറാണ്. ഒന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും ഒരു ട്യൂബർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു ട്യൂബർ ഒരു റണ്ണർ കിട്ടിയിട്ടുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ് വൈറ്റ് പിയോണിയുടെയൊക്കെ ട്യൂബർ കിട്ടാനായിട്ട്. വൈറ്റ് പിയോണിയുടെ ട്യൂബറിന് 200 രൂപയാണ്. അപ്പം വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കുക. 2-3 ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട്. അതുപോലെ യെല്ലോ പിയോണിയുടെ നേരത്തെ നമ്മൾ സെയിലിനായിട്ട് ഇട്ടിരുന്നു. ഇനി നമുക്ക് ട്യൂബറുകൾ വൈറ്റ് പിയോണിയുടെ സെയിലിനായിട്ടുണ്ട്. വേണ്ട കൂട്ടുകാർക്ക് ചോദിച്ചാൽ പിക്കിട്ട് കാണിക്കുന്നതായിരിക്കും. ഇത് ക്രിസ്റ്റൽ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ക്രിസ്റ്റൽ പിങ്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റിയാണ്. ഈ കാണുന്ന ട്യൂബറിന് 350 രൂപയാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇത്രയും ഗ്രോത്ത് ടിപ്പ് ഉള്ളതാണ്. നല്ല റേറ്റ് കൊടുത്ത് ഞാൻ നേരത്തെ വാങ്ങിയിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ 200 രൂപയുടെ ഒരു ട്യൂബറും 250 രൂപയുടെ അടുത്ത ട്യൂബറും ഉണ്ട്. അങ്ങനെ 3 ട്യൂബർ നമുക്ക്
ക്രിസ്റ്റൽ പിങ്കിൻ്റെ സെയിലിനായിട്ടുണ്ട്. അപ്പം വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. നല്ല റേറ്റുള്ള വെറൈറ്റികളാണ്. ഇത്രയും റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത്. വേണ്ട കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇപ്പം നല്ല ഫ്രഷായിട്ടുള്ള ട്യൂബറാണ്. ഈ അടുത്തത് നിങ്ങൾ കാണുന്നത് ക്രിസ്റ്റൽ പിങ്കിൻ്റെ ഫ്ലവർ ആണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും വലിയ ഫ്ലവറാണ് ഈ ക്രിസ്റ്റൽ പിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒരു ട്യൂബർ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫ്ലവറുകൾ ഉണ്ടാകുകയും വളരെ വേഗം തന്നെ റീപോർട്ട് ചെയ്തതിന് ശേഷം ട്യൂബറുകൾ എടുക്കുകയും ചെയ്യാം. അപ്പോൾ വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. ക്രിസ്റ്റൽ പിങ്ക്, അതുപോലെ തന്നെ വൈറ്റ് പിയോണിയുടെ ഒരു ട്യൂബർ, യെല്ലോ പിയോണി, ഇത്രയും വെറൈറ്റികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. വേണ്ട കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ ലില്ലിയും വാട്ടർ പ്ലാന്റ്സും ഒക്കെ കോംബോ ഓഫറിൽ വേണ്ടവർക്ക് ചോദിക്കാം. കേരളത്തിനകത്ത് DTDC വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയറും ലഭ്യമാണ്.